ഹലോ! അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരു ചെറിയൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 5 മണി ആയിട്ടോ ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഉറക്കം ശരിയാവാറില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ പില്ലോ വെച്ചിട്ട് എണീറ്റിരിക്കും. എന്നിട്ട് തീരെ പറ്റാണ്ടാവുമ്പോൾ ഞാൻ കിടക്കും കേട്ടോ. ഇപ്പോൾ 31 വീക്സ് പ്രഗ്നൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഈ കിടന്നിട്ട് എണീക്കലും ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിയലൊക്കെ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. കാരണം നല്ല രീതിയിൽ പെൽവിക് പെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പെൽവിക് പെയിൻ ഓൾറെഡി ഉണ്ടാകുന്നു, ഇപ്പോൾ അത് കുറച്ചുകൂടി കൂടി ഭയങ്കരമായിട്ട് പ്രഷർ വരുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ നമ്മുടെ പെൽവിക്കിൻ്റെ സൈഡിലൊക്കെ. എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം പോയിട്ട് ഈ ജനൽ ഇങ്ങനെ തുറന്നിടും കേട്ടോ. അപ്പം ഇങ്ങനെ വെളിച്ചം വരും പുറത്തുനിന്ന്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സമാധാനക്കേടാണ്. പിന്നെ കുളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും നിൽക്കാറില്ല. കാരണം നല്ല ഗ്യാസിൻ്റെ പ്രശ്നമാണ് എനിക്ക്. രാവിലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എന്തെങ്കിലും കഴിക്കണം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാനും ഒരു സുഖം ഉണ്ടാവില്ല, വയറിനും ഒരു സുഖം ഉണ്ടാവില്ല. ഗ്യാസ് കയറിയിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും രാവിലത്തെ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. എനിക്ക് രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് നല്ല ഉറക്കം വരിക കേട്ടോ. രാത്രി ഉറക്കം മര്യാദയ്ക്ക് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഗ്യാസ് ഉള്ളത് കൊണ്ട് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ഇരുന്നിട്ടൊക്കെ ഉറങ്ങാൻ നോക്കും കുറച്ചു നേരം. പിന്നെ രാവിലെ തന്നെ കുളിയൊന്നുമില്ല. കാരണം ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഫുഡ് കഴിച്ച് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞിട്ടൊക്കെയാണ് കുളിക്കാറ്. അങ്ങനെ ഞാൻ കുറച്ചു നേരം ഇരുന്ന് പിന്നെ കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭുജകലതാതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ. അതാണ് അമ്മ എപ്പോഴും തേക്കാറുള്ളത്. അപ്പം ഞാൻ അതന്നെ തേക്കാറ് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പം അത് ഇപ്പം നന്നായിട്ട് നെറുകില് വെളിച്ചെണ്ണ തേച്ചിട്ട് ഇങ്ങനെ കുളിക്കാറുണ്ട്. മുന്നും ഞാൻ വെളിച്ചെണ്ണ തേക്കും കേട്ടോ. ഞാൻ നല്ല രീതിയിൽ ഷാമ്പു ഇട്ട് കളയാറുണ്ട്. പക്ഷെ ഇപ്പം കുറച്ചുകൂടി നന്നായിട്ട് ഹെയർ ഇങ്ങനെ ഓയിൽ ചെയ്യാറുണ്ട്. കാരണം അമ്മയൊക്കെ പറയും നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് കുളിക്കണം ഈ സമയത്തെന്നൊക്കെ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഓയിൽ ചെയ്യാറുണ്ട് കേട്ടോ. അത് കൂടുതലും സ്കാൽപ്പിൽ നന്നായിട്ട് ഓയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ തല നിറച്ചിങ്ങനെ മറ്റേ കാച്ചി എണ്ണയൊക്കെ തേച്ച് കുറച്ച് നേരം വെച്ച് കുളിച്ചൊക്കെ കഴിയുമ്പോൾ നല്ലൊരു റിഫ്രഷ്മെന്റ് തന്നെയാണ് കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ ഞാൻ മുഖത്ത് നാൽപ്പാമരാതി വെളിച്ചെണ്ണയാണ് തേക്കുന്നത്. ഇപ്പോൾ ഇതിവിടെ ഉള്ളതുകൊണ്ട് ഞാൻ തേക്കണം, അല്ലെങ്കിൽ നോർമലി വരച്ചൂട്ട് തേക്കും. മുഖത്ത് എന്തായാലും ഞാൻ ഓയിൽ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എനിക്കിപ്പോൾ നല്ല രീതിയിൽ ഡ്രൈനെസ് വന്നിട്ടുണ്ട് പ്രഗ്നൻ്റ് ആയപ്പോൾ. അപ്പം ഞാൻ ഫേസിൽ ഒരിക്കലും ഓയിൽ ചെയ്യാൻ മറക്കാറില്ല. നന്നായിട്ട് ഓയിൽ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ അമ്മ ചെയ്യുന്ന പണികളാണ്. ഇനി ഇതെന്ന് പറയുമ്പോൾ ഉലുവയുടെ പൊടിയാണ്. അമ്മ ചെയ്യണതെല്ലാം ഞാൻ കൊപ്പിടിക്കാറുണ്ട്. അപ്പം ഇത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതും നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കും കേട്ടോ. എന്നിട്ട് കിഴുകി കളയും. ഇതിങ്ങനെ ഒരു സ്ലൈംബോ, അതായത് ഒരു വഴുവഴുപ്പാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. മുടി നല്ല തിക്കാക്കണ പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അമ്മ എന്നും അതിട്ടിട്ടാണ് കുളിക്കാറ്. ഞാൻ ഇടയ്ക്ക് അതിട്ടിട്ട് തല തേച്ച് കുളിക്കാറുണ്ട്. പിന്നെ ലോറിയാലിൻ്റെ ഷാമ്പൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷാമ്പൂ. കാരണം നന്നായിട്ട് മോയ്സ്ചർ ലോക്ക് ചെയ്യും. ഒട്ടും ഹെയറിനെ ഡ്രൈയോ ഫ്രിസിനെസ് ഒന്നും ഒക്കെ നന്നായിട്ട് കുറയ്ക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കുളി കഴിഞ്ഞു. ഇനി നമുക്ക് സ്കിൻ കെയർ. വലിയ സ്കിൻ കെയർ ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോസിൻ്റെ അവിടെയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഡ്രൈ ആണ്. അപ്പം മാക്സിമം നല്ല മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ട് നോക്കും. അപ്പം ഞാൻ ഈ ബയോഡെർമയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യണത്. കാരണം അതിൽ ഫ്രേഗ്രൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഈ സമയത്ത് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത് കൊണ്ട് ഞാൻ അതാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. പിന്നെ ഒലയുടെ ക്രീമാണ് കേട്ടോ. നമുക്ക് മോർണിംഗ് യൂസ് ചെയ്യാൻ പറ്റിയ ക്രീമാണ്. ഇതും ഞാൻ യൂസ് ചെയ്യാനുള്ള കാരണം ഈ പറഞ്ഞ പോലെ നന്നായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് എൻ്റെ ഒരു ഡ്രൈനെസ്, അവിടുത്തെ ആ ഒരു ഏരിയയിലത്തെ ഡ്രൈനെസ് നന്നായിട്ട് കുറയ്ക്കും. അപ്പം ഞാൻ ഈ ക്രീം യൂസ് ചെയ്യാറുണ്ട്. കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സൺസ്ക്രീൻ നമുക്ക് ഇടാം. പക്ഷെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഒന്നാമത് നല്ല മഴയും അതൊക്കെയാണ്. പിന്നെ എനിക്ക് എന്തോ മടിയായി യൂസ് ചെയ്യാൻ. മഴയാണെങ്കിൽ നമ്മൾ ഇടണം, എന്നാലും ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ലനേഷിൻ്റെ ലിബാമാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇത് അടിപൊളി ലിബാമാണ്. ഞാൻ ഇത്ര കാലങ്ങൾ യൂസ് ചെയ്തതിൽ ഏറ്റവും അടിപൊളി ലിബാമാണ് കേട്ടോ. കാരണം ഇതുണ്ടല്ലോ, രാത്രിയൊക്കെ നമ്മൾ ഇട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ രാവിലെ ഇൻടാക്റ്റ് ആയിട്ട് നമ്മുടെ ലിപ്പും ആ ഒരു മോയ്സ്ചർ അങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ തലയിൽ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് മുഖത്തും കൈമലും കാലമലൊക്കെ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു റിഫ്രഷ്മെന്റ് ആണല്ലേ. നല്ലൊരു സുഖമാണ് കേട്ടോ അങ്ങനെ കുളി കഴിഞ്ഞിട്ടിരിക്കാനായിട്ട്. എനിക്ക് എൻ്റെ ബമ്പ് കാണുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞാൽ 2-3 ദിവസം മുന്നേ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തതാണ് എനിക്ക് ഓർമ്മയുള്ളൂ. എത്ര പെട്ടെന്നാണ് നമ്മൾ 8ാം മാസത്തേക്കൊക്കെ കടന്നതെന്നാണ് കേട്ടോ ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ വിശപ്പിൻ്റെ വിളി എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ വരാറുണ്ട്. അപ്പം ഞാൻ കുളി കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള ചോറെടുത്ത് കഴിക്കാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ഞാൻ പുറത്തു പോയിരുന്നു.
പുറത്ത് പോയി ഇരുന്നു. കുറച്ചേരം ഉള്ളിൽ നടന്നു, പുറത്ത് നടക്കാൻ പറ്റുന്നില്ല കാരണം ഭയങ്കര മഴ. ഉറക്കം വരുന്നുണ്ട് പക്ഷെ കിടക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ പില്ലോയും ബ്ലാങ്കറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചാരി ഇരിക്കും കുറെ നേരം അങ്ങനെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ മറ്റേ ബാക്സ്റ്റൺ ഹിക്സ് അങ്ങനെയല്ല പറയാം, അതായത് ഫോൾസ് കോൺട്രാക്ഷൻ പോലെ, കോൺട്രാക്ഷൻ അല്ല, എന്താ പറയാ, നമ്മുടെ വയർ ഇങ്ങനെ ഭയങ്കര ടൈറ്റായി വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ ഞാൻ നട്ട്സ് പോലെ എന്തെങ്കിലും ഇടയ്ക്ക് തന്നെ കഴിക്കും. അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വയറിൻ്റെ ഉള്ളിൽ. എന്ത് ഫുഡ് കഴിച്ചാലും ഒന്നുമില്ലാത്ത പോലെ തോന്നാം വയറിൻ്റെ ഉള്ളിൽ. ഗ്യാസ് വരുമ്പോഴാണെങ്കിൽ എനിക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരാം. പിന്നെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ ഉണ്ടായ ഒരു വായകനപ്പും, വൊമിറ്റ് ചെയ്യുന്നില്ല, രാവിലെ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ വൊമിറ്റ് ചെയ്ത് പോവാറുള്ളൂ, അതല്ലാതെ വായകനപ്പും അങ്ങനെ മൊത്തത്തിലൊരു സുഖമില്ലാത്തൊരു, ഒട്ടും ആക്റ്റീവ് അല്ലാത്ത പോലെ എപ്പോഴും എനിക്ക് തോന്നും. പിന്നെ കിക്സ് ഉണ്ടല്ലോ, അപ്പൊ ഭയങ്കര കിക്ക് ചെയ്യാന്നല്ല പറയാ, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക്, വയറിങ്ങനെ മുഴച്ച് വരും ഓരോ സൈഡിലേക്ക്, അങ്ങനെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മുകളിലേക്ക് എനിക്ക് കിക്ക് കിട്ടും, അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമില്ല. കാരണം അതെനിക്ക്, ഞാൻ പെട്ടെന്ന് ഞെട്ടും. പിന്നെ ചെറിയൊരു പെയിൻ അല്ല, ഒരു പെട്ടെന്നൊരു ഞെട്ടണ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അങ്ങനെ കിക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പേടിയല്ല, എന്തോ ഒരു ഞെട്ടല് വരും അങ്ങനെ. അപ്പൊ ഈ സമയത്ത് ഫുഡൊക്കെ കഴിച്ച് ഞാനിങ്ങനെ അനങ്ങാണ്ടിരിക്കുമ്പോൾ നല്ല ആക്റ്റീവാണ് മൂപ്പരാള്. പിന്നെ എനിക്ക് പ്രഗ്നന്റ് ആയപ്പോ തൊട്ട്, എൻ്റെ ഇൻഡ്യൂഷനാണ് കേട്ടോ, പ്രഗ്നന്റ് ആയപ്പോ തൊട്ട് ഇത് ബോയ് ആണെന്നാ, ബേബി ബോയ് ആണെന്നാണ് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചുള്ളത്. അപ്പൊ തൊട്ടേ എനിക്ക് ഇതുവരെ ഗേളാന്ന് തോന്നിയിട്ടേ ഇല്ല, ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് എന്താണെന്നറിയില്ല, അങ്ങനെയാണ് എൻ്റെ മനസ്സിലൊരു ഇൻഡ്യൂഷൻ. ചേട്ടനാണെങ്കിൽ ഗേൾ എന്നാ പറയണ കേട്ടാ. ഇനിയിപ്പോൾ ഡെലിവറി ആകുമ്പോൾ നമുക്കറിയാം, ഗേളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഷോക്കായിരിക്കും. കാരണം ഗേളാന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടേ ഇല്ല. എനിക്ക് എപ്പോഴും ഇതിൻ്റെ ഉള്ളൊരു ബോയാണ് അങ്ങനെയാണ് എനിക്ക് എപ്പോഴും തോന്നണേ. ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞി കിക്ക് കാണിച്ചു തരാന്ന് വെച്ചിട്ടാട്ടോ. ഇങ്ങനെയൊന്നുമല്ല, അതിനപ്പുറത്തേക്കാണ് മൂവ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ ഇങ്ങനത്തെ കുറച്ച് ബേബി റിസീവിങ് നെസ്റ്റും പിന്നെ കെടുത്താനുള്ള നെറ്റുള്ള പോലത്തെ ബെഡും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഷോർട്സ് എടുക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ മടക്കി വെക്കുകയാണ്. പുറത്ത് ഭയങ്കര മഴയാണ്. എനിക്ക് കുറേ നേരം, സത്യം പറഞ്ഞാൽ ഒരു 1 hour ഒക്കെ നടക്കണം എന്നുണ്ട്. ഉള്ളിൽ ഞാൻ മാക്സിമം നടക്കേണ്ടി പറ്റുന്ന പോലെ, പക്ഷെ പുറത്താണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നടക്കാമല്ലോ, ഫ്രീ ആയിട്ട്. പക്ഷെ പുറത്ത് ഇറങ്ങാനേ പറ്റുന്നില്ല, രാവിലെ തൊട്ട് മഴയാണ്. ഇപ്പൊ ഈ മഴയാവുമ്പോ തന്നെ ഭയങ്കര മൂടിയായിട്ട് തോന്നും. ഓൾറെഡി നമുക്ക് അധികം ട്രാവലിങ് കാര്യങ്ങളൊക്കെ പറ്റാത്തത് കൊണ്ട് തന്നെ സത്യം പറഞ്ഞൊരു ലോൺലി ഫീൽ ആണ് കേട്ടോ എപ്പോഴും. ഞാനാണെങ്കിൽ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ചിന്തിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അമ്മ ഓഫീസൊക്കെ വിട്ട് വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ പുറത്ത്. കാരണം ഞാൻ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല കേട്ടോ, എനിക്ക് ഈ ഡയറി മിൽക്ക് കഴിക്കാൻ തോന്നി. സത്യം പറഞ്ഞാൽ എനിക്ക് സ്വീറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷെ പ്രഗ്നന്റ് ആയപ്പോൾ എനിക്ക് അതിനോടുള്ള ഇഷ്ടം കുറഞ്ഞു. പക്ഷെ എന്താണെന്നറിയില്ല, ഇന്ന് എനിക്ക് ഈ ഡയറി മിൽക്ക് കഴിക്കാനൊരാഗ്രഹം. അപ്പം ഞാൻ ബബ്ലി വാങ്ങിച്ചിട്ട് തരാൻ പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്കുണ്ടല്ലോ ഭയങ്കര ഷുഗർ ക്രേവിങ്സ് ഉള്ള ആളായിരുന്നു. പക്ഷെ പ്രഗ്നന്റ് ആയപ്പോൾ എനിക്ക് അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇന്നെന്തോ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര കൊതിയായി ബബ്ലി കഴിക്കാൻ. അത്രയൊക്കെ ഞാൻ ഉള്ളൂ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ കുറച്ച് കഴിയുമ്പോൾ തന്നെ രാത്രിക്കുള്ള ഫുഡ് കഴിക്കും, വേഗം ഫുഡ് കഴിക്കും. പിന്നെ കുറച്ചു നേരം നടക്കും, അത് കഴിഞ്ഞ് ഉറങ്ങാൻ കുറച്ചങ്ങനെ ഇരിക്കണം ഗ്യാസ് കൂടെ. അത് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കും. പിന്നെ വീണ്ടും പുലർച്ചെയാകുമ്പോൾ എണീറ്റും. അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കണ്ടാലോ. ചേട്ടാ.